സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ ആശങ്കയിൽ. പ്രഖ്യാപനം നടപ്പായാൽ സ്വകാര്യ ബസ് വ്യവസായം പൂർണ്ണമായും തകരുമെന്ന് ഉടമകൾ പറഞ്ഞു. UDFന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രകടന പത്രിക കൊണ്ട് ആളുകളെ ഞെട്ടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര. അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുക്കുന്ന തീരുമാനം ഇതായിരിക്കുമെന്ന് KC വേണുഗോപാൽ അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 5 ഗ്യാരണ്ടികളിൽ ആദ്യത്തെ ഗ്യാരണ്ടി മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണും. ഒരാഴ്ചക്കകം സർക്കാർ വരും. ആ സർക്കാർ വന്നാൽ ആ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് മെയ് 15 കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സഹോദരിമാരെല്ലാം കേരളത്തിൽ എവിടെ പോകണമെങ്കിലും സർക്കാർ ബസ്സിൽ കയറിയാൽ നയാ പൈസയുടെ ആവശ്യമില്ല എന്നുള്ള KSRTCയിലെ സൗജന്യ യാത്രയാണ്. UDF അധികാരത്തിൽ വരികയും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രാബല്യത്തിലാവുകയും ചെയ്താൽ സ്വകാര്യ ബസ് വ്യവസായം പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണ് ഉണ്ടാവുകയെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത്. സ്വകാര്യ ബസ് മേഖലയെ അങ്ങനെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് KSRTCയിൽ യാത്രാ സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ അത് സാരമായി ബാധിക്കും. ഇപ്പം നിലവിൽ ഇപ്പോൾ തന്നെ ഈ വ്യവസായം ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുന്ന വ്യവസായമാണ്. അപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ വളരെയധികം നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂനിന്മേൽ കുരു എന്ന രീതിയിൽ ഇങ്ങനെ ഈ പല രീതികളും പല ഭാരങ്ങളും സാമ്പത്തിക ഭാരങ്ങളും മറ്റു പല ഭാരങ്ങളും അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDF UDF തുടർന്നു വന്നത്. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും KSRTC ബസ്സിൽ യാത്ര ചെയ്യും. ഞങ്ങളുടെ ബസ്സുകളിൽ ഒരു ഭൂരിഭാഗം ഇപ്പം തന്നെ 40% വിദ്യാർത്ഥികളായി. ഈ വിദ്യാർത്ഥികളും പുരുഷന്മാരും എല്ലാം കൂടി ഒരു ചെറിയ ശതമാനമായി യാത്ര ചെയ്യും. അത് വളരെയധികം സാമ്പത്തിക പ്രയാസം ഈ മേഖലക്കുണ്ടാകും. ഇത് സ്വകാര്യ ബസ് മേഖലകളെ തകർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ സ്വകാര്യ ബസ് മേഖല നേരിടുന്നുണ്ട്. അതിനിടയിൽ സ്ത്രീകൾ കൂടി സ്വകാര്യ ബസ്സുകളെ തഴഞ്ഞാൽ തകർച്ച പൂർത്തിയാകുമെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP മോഹനും പറഞ്ഞു. KSRTCയിൽ സ്ത്രീകൾക്ക് ഇത് സൗജന്യമായി നൽകാന്ന് വരുമ്പോൾ ഭാരം ഏൽക്കേണ്ടി വരുന്ന സ്വകാര്യ ബസ്സുകളായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ കർണാടകത്തിലായാലും ബാക്കി ഇത് നടപ്പിലാക്കിയ സ്റ്റേറ്റെല്ലാം ഇന്ന് KSRTCയും പ്രൈവറ്റും നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് വാരിക്കോരിക്കൊണ്ട് ഗവൺമെന്റ് LDF ആയാലും UDF ആയാലും എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് സ്വകാര്യ ബസ് ഉടമകളായിരിക്കും. അത് KSRTCയും നശിക്കും. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. KSRTCക്ക് കോടികൾ വാരിക്കോരി നൽകുമ്പോൾ സ്വകാര്യ മേഖലയെ സർക്കാർ പിഴിയുകയാണെന്നും ഉടമകൾ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.